റഷ്യയുടെയും ചൈനയുടെയും യുദ്ധക്കപ്പലുകൾ ഇറാന്റെ തീരം അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്ന തരത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ചില അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ടായിട്ട് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നു. ഹോർമൂസ് കടലിൽ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നീങ്ങുന്നത്. ഒരു കപ്പൽ അവിടെ എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. അതിന് കാര്യം അവർ പറയുന്നത് ഇറാന് നേരെ ഒരു ആക്രമണം എന്ന് പറയുന്നത് ഈ റഷ്യയുടെയും ചൈനയുടെയും നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന വിഷയമായിട്ട് തന്നെ അവർ ഗൗരവത്തിലെടുത്തിരിക്കുന്നു. അതിൻ്റെ ഒരു നാശങ്ങൾ എത്രത്തോളം ഉണ്ടാകും ഭാവിയിൽ എന്നതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം ഇറാനെ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് റഷ്യയും ചൈനയും ലക്ഷ്യമാക്കുന്നത്. 2-3 കാരണങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതിലൊന്ന്, അമേരിക്ക അനാവശ്യമായിരിക്കുന്ന ഇടപെടൽ റഷ്യയുടെ രാഷ്ട്രീയത്തിലും ചൈനയുടെ രാഷ്ട്രീയത്തിലും എടുക്കുന്നുണ്ട്. അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതുമാത്രമല്ല, റഷ്യയെ പിന്തുണക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയത്തിലും അനാവശ്യമായിരിക്കുന്ന ഇടപെടലുകൾ അമേരിക്ക നടത്തുന്നുണ്ട്. ഇത് ഭാവിയിൽ തങ്ങളെ സാരമായിട്ട് ബാധിക്കുകയും തങ്ങളെ പിന്തുണക്കുന്ന രാജ്യങ്ങൾ തങ്ങളിൽ നിന്ന് അകന്നു പോകാൻ പ്രധാനമായിരിക്കുന്ന കാരണമായിട്ട് വരികയും ചെയ്യും. റഷ്യയുടെ വിഷയം അവർ പറയുന്നത് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വളരെ എളുപ്പത്തിൽ ഈ ഉക്രൈനെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയും അത് റഷ്യയോടൊപ്പം കൂട്ടിച്ചേർക്കാൻ വേണ്ടി സാധിക്കുമായിരുന്ന ഒരു വിഷയമായിരുന്നു. എന്നാൽ അതിൽ അമേരിക്ക ഇടപെട്ടതോടുകൂടി 3 വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണമായിരിക്കുന്ന ഒരു വിജയം ഉണ്ടാക്കാൻ റഷ്യക്ക് സാധിക്കാത്തത് ലോകരാജ്യങ്ങൾക്കിടയിൽ അവർക്ക് മതിപ്പ് കുറയാൻ വേണ്ടിയിട്ട് ഇടയാക്കിയിരിക്കുന്നു എന്നൊരു വിലയിരുത്തലും ചൈനയിലെ ചില പത്രങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൈനയുടെ വിഷയം എന്ന് പറഞ്ഞാൽ തായ്വാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. തായ്വാൻ ഒരു രാജ്യമല്ലെന്നും തങ്ങളുടെ ഭാഗമാണെന്നും തങ്ങളുടെ പ്രവിശ്യയുടെ ഭാഗമായിട്ട് തങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്നുള്ളതും അതിൽ അനാവശ്യമായിരിക്കുന്ന ഇടപെടലാണ് അമേരിക്ക നടത്തുന്നത്. അതിൻ്റെ ആവശ്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞാൽ അത് അമേരിക്ക വിട്ടുപോവുകയാണ് വേണ്ടത്. അമേരിക്ക അങ്ങനെ ഏതെങ്കിലും രാജ്യങ്ങൾ തങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ തങ്ങളിൽ ഇടപെടാറില്ലല്ലോ എന്നാണ് ചൈന അതിൽ പറയുന്ന കാര്യങ്ങൾ. തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പല കരാറുകളും തായ്വാനുമായി നേരിട്ട് അമേരിക്ക ഉണ്ടാക്കുകയും അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവൃത്തിക്ക് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ ഇടപെടലാണ് കാരണമായത് എന്നും വിലയിരുത്തപ്പെടുന്നു. ഈ ഇറാന്റെ വിഷയം പറഞ്ഞാൽ പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതൊക്കെ തുടങ്ങിയത് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പാലസ്തീൻ എന്ന് പറയുന്ന വിഷയം ഇറാന്റെ മാത്രം വിഷയമല്ല, ലോകാടിസ്ഥാനത്തിലുള്ള മുസ്ലിങ്ങളുടെ വിഷയമായിട്ട് തന്നെയാണ് അത് പരിഗണിക്കപ്പെട്ടത്. എന്നാൽ അതിന് സായുധപരമായിരിക്കുന്ന ഒരു ഇടപെടൽ ഇറാൻ മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നതിനാൽ അതിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുക അല്ലെങ്കിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന അമേരിക്ക തന്നെയാണ്. ഇസ്രായേലിന്റെ പേര് പറയുന്നുണ്ടെങ്കിൽ പോലും ഇസ്രായേലിനെ കൊണ്ട് ആ പ്രവൃത്തി അപ്പാടെ ചെയ്യിപ്പിക്കുന്നത് അമേരിക്കയാണ് എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ശത്രു അമേരിക്ക തന്നെയാണ്. അപ്പോൾ ആ ഇറാനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അതിൽ ഇറാൻ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഭാവിയിൽ അത് സാരമായിട്ട് ബാധിക്കുക റഷ്യയും ചൈനയും തന്നെയായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള അവസരം വേണ്ട വിധം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തങ്ങളുടെ താല്പര്യമാണ് എന്ന് മാത്രമല്ല നിർബന്ധമായിരിക്കുന്ന ആവശ്യമാണ് എന്നുകൂടി റഷ്യയും ചൈനയും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കടലിലുള്ള യുദ്ധം, അതായത് കടൽ യുദ്ധം കടലിൽ തീർക്കണം എന്ന മുദ്രാവാക്യത്തോടു കൂടി തന്നെയാണ് ഇവർ സംഘടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണെങ്കിലും ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അറേബ്യൻ ഭൂമി വിട്ടുകൊടുക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിൽ അക്രമം വരില്ല. പിന്നീട് ഒറ്റപ്പെട്ട ഒരു ആക്രമണം മുമ്പ് അമേരിക്ക ഇറാനെ ആക്രമിച്ചത് ജപ്പാനിൽ നിന്നായിരുന്നു. ജപ്പാനിലെ അമേരിക്കയുടെ എയർബേസിൽ നിന്ന് 35 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ 35 മണിക്കൂർ പറന്ന ശേഷമാണ് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ അവർ സ്ഫോടനം നടത്തിയത്. അപ്പോൾ അത് നിരന്തരമായ രീതിയിൽ ഒരു അക്രമത്തിന് വഴിയൊരുക്കാൻ വേണ്ടി സാധിക്കുന്ന ഈ സംവിധാനം ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഈ യാത്രക്കിടയിൽ ഈ വിമാനം അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കടൽ, മെഡിറ്ററേനിയൻ കടൽ, അറബിക്കടൽ, അതേപോലെ തന്നെ ഇറാനോട് ചേർന്നിട്ടുള്ള കടലെ ഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ആക്രമിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അമേരിക്ക മനസ്സിലാക്കുന്ന കാര്യം. അതായത് കടൽ യുദ്ധമാണ് വരാൻ പോകുന്നതെന്ന് ചുരുക്കം. അപ്പോൾ കടൽ യുദ്ധം വന്നാൽ കടൽ വെച്ച് തന്നെ അമേരിക്ക തീർക്കണം എന്നുള്ളതാണ് ഇപ്പോൾ റഷ്യയും ചൈനയും തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കപ്പലുകൾ എത്തിയിരിക്കുന്നത് എന്നതാണ്. സൈനിക പ്രാക്ടിക്കൽ ലഭിക്കാൻ വേണ്ടിയിട്ട് 2-3 മാസങ്ങൾക്ക് മുമ്പുണ്ടായിരിക്കുന്ന കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകൾ വരുന്നത് അല്ലെങ്കിൽ സൈനികർ വരുന്നത് എന്നുള്ളതായിരുന്നു അതിന് ഇറാൻ കൊടുത്തിരിക്കുന്ന വിശദീകരണം. എന്നാൽ അത് അത്ര തന്നെ അല്ല, അത് കുറച്ചും കൂടി ഉണ്ട്. യുദ്ധക്കപ്പലുകൾ ഏകദേശം 4 വീതം
വരാൻ സാധ്യതയുണ്ട്, 2 വീതം പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. അതായത് 8 യുദ്ധക്കപ്പലെങ്കിലും 4 റഷ്യയുടെയും 4 ചൈനയുടെയും വരാനാണ് സാധ്യതകൾ വിലയിരുത്തുന്നത്. അതിശക്തമായിരിക്കുന്ന ഒരു യുദ്ധം ഈ മേഖലയിൽ ഉണ്ടാവുകയാണെങ്കിൽ, അഥവാ ഇറാനെ അമേരിക്ക ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കടലിൽ തന്നെ അമേരിക്ക തീർക്കണം എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ ഇറാന്റെ കൈവശത്തിൽ 2000 മിസൈലുകൾ ഇപ്പോൾ ഒരേ സമയത്ത് ആക്രമിക്കാൻ പാകത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അത് അമേരിക്കയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ അമേരിക്കയിലേക്കാണോ ആക്രമണം നടത്തുക, അതല്ല അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകൃതമായിരിക്കുന്ന ആക്രമണമാണോ നടത്തുക എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു രൂപം പുറത്തു വന്നിട്ടില്ല. പക്ഷേ അവർ അക്രമം നടത്തും എന്ന കാര്യം ഉറപ്പാണ്. അതിന് തയ്യാറാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, സുരക്ഷിത മേഖലയിലേക്ക് മാറ്റുകയും അതിന് പ്രത്യേകമായിരിക്കുന്ന സൈനികരെ വിന്യസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ആക്രമിക്കണം എന്നുള്ളതാണ് ഇവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരേ സമയത്ത് ആക്രമിക്കുക. അത് ഈ ഇസ്രായേലിന്റെ തന്ത്രം അതാണ്. ഒറ്റപ്പെട്ട ആക്രമണം അല്ല അവർ നടത്തുക. കൂട്ടത്തോട് കൂടി ഒരു സമയം മൊത്തത്തിൽ നിലം പരിശാക്കുന്ന രീതിയിലുള്ള ആക്രമണം നടത്തുക. അത് 1960-ൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ അത് പ്രയോഗിച്ചതാണ്. ആ പ്രയോഗിച്ചതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. 6ഓളം രാജ്യങ്ങൾ ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുക്കപ്പെട്ട പരമാവധി രാജ്യങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്ന അറബ് ഇസ്രായേൽ യുദ്ധമായിരുന്നു അത്. പിന്നീട് അത് അങ്ങനെ തന്നെ അവർ പ്രയോഗിച്ചത് ലെബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഹിസ്ബുള്ള ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവർ സമാനമായ രീതിയിലുള്ള ഒരു ആക്രമണമാണ് നടത്തപ്പെട്ടത്. അതിൻ്റെ മുൻപേ കുറേ സംഭവങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ മൊബൈൽ പൊട്ടിത്തെറിച്ചുമായിട്ട് ഈ പേജർ പൊട്ടിത്തെറിച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾക്കറിയാവുന്നതാണ്. പിന്നീട് അവിടെ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ മേധാവി ഹസൻ നസറുള്ള അടക്കം 20ഓളം സൈനികർ ഒരേ സമയത്ത് കൊല്ലപ്പെട്ടു. വിപുലവും വ്യാപകവുമായിരിക്കുന്ന ആക്രമണം അവിടെ ഉണ്ടായി. മരണസംഖ്യ ഇപ്പോഴും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പോലും പറയപ്പെടുന്നു. അപ്പോൾ ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഇറാൻ വളരെ കൃത്യതയോടുകൂടി തന്നെ ഈ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ചില പോരായ്മകൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഉള്ളത് ഇസ്രായേലും ഇറാനും യുദ്ധം നടത്തിയ സമയത്താണ്. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു യുദ്ധത്തിന് മുമ്പിൽ ആകെ 1-2 ദിവസത്തോളം പരിങ്ങിപ്പോയിരിക്കുന്നു. ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെടുന്നു, സൈനിക മേധാവികൾ കൊല്ലപ്പെടുന്നു, ആണവ കേന്ദ്രം നേരെ ആക്രമണം നടത്തുന്നു, സൈനിക മേധാവികൾ താമസിക്കുന്ന സ്ഥലത്തും സൈനിക ക്യാമ്പുകളുള്ള സ്ഥലത്തും ആയുധങ്ങൾ ശേഖരിക്കപ്പെട്ട സ്ഥലത്തുമെല്ലാം ഒരേ സമയത്ത് ആക്രമണം എന്നുള്ളതാണ് റിപ്പോർട്ടാണ് അത് പുറത്തു വന്നത്. ക്രോഡീകരിക്കപ്പെട്ട ആക്രമണം, കൃത്യമായ രീതിയിൽ സമയം പറഞ്ഞുകൊണ്ട് ആക്രമിക്കപ്പെട്ടു. അതോടുകൂടി ഇറാൻ തന്നെ ഒരു ദിവസം അല്ലെ 2 ദിവസം അന്താളിച്ചു പോയി. പിന്നീടാണ് തിരിച്ചടി ഉണ്ടായത്. അപ്പോൾ അത്തരം ഒരു ആക്രമണം അപ്രതീക്ഷിതമായ രീതിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇതിനെങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് എന്നതിനെക്കുറിച്ച് പോലും വളരെ കൃത്യതയോടുകൂടി ഇറാൻ പഠിക്കുകയും അതിന് ഇപ്പം തന്നെ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ രാജ്യത്തിൻ്റെ അകത്ത് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളുണ്ടായ പ്രക്ഷോഭത്തെ അപ്പാടെ തന്നെ അടിച്ചൊതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വലിയ മരണങ്ങൾ 3500 മരണം സ്ഥിരീകരിക്കപ്പെട്ടു. ഇറാന്റെ സൈനികർ തന്നെ 500ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഇറാനും സ്ഥിരീകരിക്കപ്പെട്ടു. അപ്പോൾ അവിടെ നടന്നിരിക്കുന്ന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഭയാനകരമായ ഭീതി പടർത്തുന്ന തരത്തിലായിരുന്നു. രാജ്യത്തെ അട്ടിമറിക്കാൻ പാകത്തിലുള്ള സംവിധാനത്തോടു കൂടിയാണ് ഇസ്രായേലും അമേരിക്കയും ഇതിനുള്ള സംവിധാന സാഹചര്യങ്ങൾ ഒരുക്കിയത്. അതിനു വേണ്ടിയിട്ട് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. പക്ഷേ ഇറാനെ അതിജീവിക്കാൻ വേണ്ടി സാധിച്ചു. അതുകൊണ്ട് തന്നെ അതിലൊക്കെ വലിയൊരു അറിവുണ്ടായിട്ടുണ്ട് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ബാലിസ്റ്റിക് മിസൈൽ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതും ആണവ ഫോർമുലകൾ വഹിക്കാൻ മാത്രം കഴിവും ശക്തിയുമുള്ള മിസൈലുകൾ തയ്യാറായിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് വരുന്നു. സംഭവം ആണവായുധം ഇല്ല എന്നൊക്കെ ഇറാൻ പറയുകയാണെങ്കിൽ ലോകത്ത് വിശ്വസിക്കുന്നില്ല, പ്രത്യേകിച്ച് അമേരിക്ക വിശ്വസിക്കുന്നില്ല. അവരുടെ കൈവശത്തിൽ ഉണ്ട് തന്നെയാണ് അനുമാനം. പക്ഷേ അത് ഒരു തരത്തിലും IAEAക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം അതീവ സുരക്ഷിതമായിരിക്കുന്ന ഏതെങ്കിലും പർവ്വതത്തിന്റെ തായ്വാരത്തോ അതല്ലെങ്കിൽ അതിർത്തി അതിർത്തി എന്ന് പറഞ്ഞാൽ ഇറാന്റെയും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് കിലോമീറ്ററുകളോളം 2 രാജ്യങ്ങൾക്കും അവകാശമില്ലാത്ത തരത്തിൽ ഭൂപ്രദേശം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. 25 കിലോമീറ്ററിൽ അധികമെങ്കിലും ഉണ്ട് എന്നാണ് അനുമാനം. ഇതിലാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശ കാര്യങ്ങളൊന്നുമില്ല. അവരുടെ അതിർത്തിയിൽ അവരും ഇവരുടെ അതിർത്തിയിൽ ഇവരും നിൽക്കുന്ന സമയത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഭൂപ്രദേശത്തിൻ്റെ എവിടെയോ അവരെ സ്ഥാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതിന് സ്ഥിരീകരണമൊന്നുമില്ല. പിന്നെ കടലിൻ്റെ അടിഭാഗത്താണ് എന്ന് പറയുന്നു. ഇപ്പം തന്നെ അമേരിക്കയുടെ സൈനികർ നങ്കൂരം വിട്ടിരിക്കുന്ന കപ്പലിൻ്റെ അടിഭാഗത്ത് പോലും അവർ മൈനുകൾ വെച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു.
അപ്പോൾ എന്തൊക്കെ നാശങ്ങളും നഷ്ടങ്ങളുമാണ് ഉണ്ടാവുക എന്ന് കണക്ക് കൂട്ടിയിട്ട് ഒരു അറ്റം കാണാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഈ യുദ്ധത്തിൽ നിന്ന് പതുക്കെ പതുക്കെ പിറകോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായിരുന്നാലും ചൈനയുടെയും റഷ്യയുടെയും ഇടപെടൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.